അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ വെബ്സൈറ്റ് ഡിസൈനിങ്ങിൻ്റെ ഫ്രീലാൻസിങ്ങിൻ്റെ ഫസ്റ്റ് സ്കില്ലായിട്ടുള്ള വെബ്സൈറ്റ് ഡിസൈനിങ് അതിൻ്റെ ട്യൂട്ടോറിയലാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. അപ്പോൾ അതിൻ്റെ പാർട്ട് 1 ആണിത്. അപ്പോൾ ഇത് ഞാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് 13% തിയറിയും 70% പ്രാക്ടിക്കലുമാണ്. അപ്പോൾ തിയറി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ നെറ്റ് വിളിക്കേണ്ട ആവശ്യമില്ല. വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന സിമ്പിൾ ടേം തന്നെ ഇതിലുള്ളൂ. ഒരുപാട് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്കൊന്ന് കേട്ടാൽ തന്നെ മനസ്സിലാവും. നോട്ട് ചെയ്ത് വെക്കേണ്ട ആവശ്യം പോലും ഇല്ല. ഓക്കെ, അപ്പോൾ നിങ്ങളിത് വെറുതെ ഫോണിൽ നോക്കിയിരുന്ന് കണ്ടാലും സംഭവം നിങ്ങളുടെ മനസ്സിൽ കയറും. അത്രയും ഈസി ആയിട്ടുള്ള സംഭവമാണ്. ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഡൊമൈൻ. ഓക്കെ, ഡൊമൈൻ വാങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതാണ് ഇന്നത്തെ ടോപ്പിക്ക്. അപ്പോൾ നിങ്ങൾ വീഡിയോ മൊത്തമായിട്ട് കാണാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമാണ് ഇതിൽ നിന്ന് എന്താ പറയുക റിസൾട്ട് കിട്ടുള്ളൂ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ, ഒരു പോയിൻ്റിൽ നിന്ന് നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾ വെബ്സൈറ്റ് ഡിസൈനിങ് സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടില്ല. കാരണം ഇതിൻ്റെ ബേസിക് കോൺസെപ്റ്റ് മനസ്സിലാവാതെ എത്ര വലിയ ഡിസൈനിങ് സ്കില്ലുള്ള ആളാണെങ്കിലും സംഭവം എന്താ പറയുക, നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ഫോൾട്ട് വരും. ഇത് ഒരുപാട് പഠിച്ചിട്ട് ഒരുപാട് വർഷങ്ങളുടെ എക്സ്പീരിയൻസിലൊക്കെയാണ് ചില പോയിൻറ്റ്സൊക്കെ മനസ്സിലാക്കാൻ പറ്റിയത്. ഒരുപാട് തെറ്റുകളിലൂടെ തിരുത്തിയിട്ടൊക്കെയാണ് ഓരോന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഇത് മൊത്തമായിട്ടിരുന്ന് കാണുക. ഇത് കുറച്ച് ഒരു ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. കാരണം ട്യൂട്ടോറിയലാണ് ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ട്യൂട്ടോറിയൽ എന്ന് വെച്ചാൽ തിയറി ടൈപ്പ് തന്നെയാണ്. അപ്പോൾ നമുക്കത് നേരെ എന്നാൽ സ്ക്രീനിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ എന്നാൽ ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന ഇന്നത്തെ ടോപ്പിക്കിൻ്റെ പേര് പ്ലാനിങ് ആൻഡ് ക്രിയേറ്റിംഗ് ഓഫ് എ വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ റിയാലിറ്റിക്ക് ഒന്ന് കണക്ട് ചെയ്യുകയാണെങ്കിൽ, ഇതിപ്പോൾ വെബ്സൈറ്റിൻ്റെ കാര്യം നമ്മളിപ്പോൾ ഒരു വീട് വെക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഒരു ബിൽഡിങ് നമ്മൾ ഒന്ന് ബിൽഡ് ചെയ്യാൻ പോവുകയാണ്. ഓഫീസ് ബിൽഡ് ചെയ്യാൻ തന്നെ കൂട്ടി ഓഫീസ് ബിൽഡ് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ആദ്യം കുറച്ച് കാര്യങ്ങൾ ചെയ്യും. എന്തൊക്കെയാണ് ചെയ്യുക? പേരെന്താണെന്ന് നോക്കും. നമ്മുടെ ഓഫീസിൻ്റെ പേര് വേണം. പേര് വെച്ചതിന് ശേഷം അടുത്തത് സ്ഥലം നോക്കും. സ്ഥലം അല്ലേ, നല്ല സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ നോക്കും. എന്നിട്ട് നമ്മൾ പിന്നെ ചെയ്യാൻ പോകുന്നത് എന്താണ്? പ്ലാനിങ്. നമ്മളതിന് പ്ലാനിങ് വയ്ക്കും, വയർ ഫ്രെയിം സംഭവം ചെയ്യും. അതിന് ശേഷം മെറ്റീരിയൽസ് വെച്ച് ബിൽഡ് ചെയ്യും അല്ലേ. അതേപോലെ തന്നെയാണ് ഈ വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുമ്പോഴും നമ്മൾ ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ ഈ വെബ്സൈറ്റിൻ്റെ പേര് കണ്ടുപിടിക്കണം. ഈ വെബ്സൈറ്റിൻ്റെ പേരാണ് ഇതിൽ പറയുന്നത് ഡൊമൈൻ നെയിം. ചൂസിങ് ദ റൈറ്റ് ഡൊമൈൻ നെയിം. അപ്പോൾ ഇന്നത്തെ ഇത് മൊത്തം എങ്ങനെ നല്ലൊരു ഡൊമൈൻ തിരഞ്ഞെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ ലെസൺ 1 എന്ന് പറയുന്നത് ചൂസിങ് ദ റൈറ്റ് ഡൊമൈൻ നെയിം. അതാണ് ഇന്നത്തെ ടോപ്പിക്ക്. കാരണം അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, നല്ലൊരു ഡൊമൈൻ നെയിം എടുത്താലാണ് അതൊരു എന്താ പറയുക ബ്രാൻഡ് ഐഡൻറ്റിറ്റി. നിങ്ങളുടെ ഡൊമൈനാണ് നിങ്ങളുടെ ബ്രാൻഡ് ഐഡൻറ്റിറ്റി. നിങ്ങളുടെ ഡൊമൈനായിരിക്കണം നിങ്ങളുടെ ബിസിനസ് നെയിം. അപ്പോൾ അത് എന്താ പറയുക, സെർച്ച് ചെയ്യുമ്പോൾ ഇൻ്റർനെറ്റിൽ നിന്ന് അത് സെർച്ച് എഞ്ചിന് ഒന്ന് കണ്ടുപിടിക്കാൻ അത് ഈസി ആയിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിനാണെങ്കിൽ apple.com എടുത്തോ. apple.com അല്ലെങ്കിൽ cupcake.com, കേക്ക് വാല എടുക്കാം. കേക്ക് വാല എന്ന് പറയുമ്പോൾ കേക്ക്വാല.com അവരുടെ ഡൊമൈൻ്റെ പേര് അതാണ്. ബ്രാൻഡ് ഐഡൻറ്റിറ്റി കേക്ക് വാലയായി. അതേപോലെ തന്നെ ബിസിനസ് നെയിം കേക്ക് വാലയാണ്. കേക്ക് വാല പ്രൈവറ്റ് ലിമിറ്റഡ് തന്നെ കൂട്ടിക്കോ. അപ്പോൾ ഇതെല്ലാം ഒരേപോലെ ആകുമ്പോൾ സെർച്ച് എഞ്ചിന് ഈസി ആയിട്ടത് കണ്ടുപിടിച്ച് റാങ്ക് ചെയ്യാൻ പറ്റും. അത് വളരെ നല്ല കാര്യമല്ലേ. അതാണ് ഡൊമൈൻ ചൂസ് ചെയ്യുമ്പോഴുള്ള ഒരു ഉദാഹരണം. ഇനി ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? കാരണം നല്ല അടിപൊളി ഷോർട്ടായിട്ടുള്ള ഡൊമൈൻ നെയിം ആണെങ്കിൽ അത് SEOയിൽ വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളാണ് പ്ലേ ചെയ്യുന്നത്. കാരണം ആ ഡൊമൈൻ നെയിം SEO ഫ്രണ്ട്ലി ആയിരിക്കണം. ഉദാഹരണത്തിന് ഇപ്പോൾ എന്താ പറയുക, വലിയ ഏതെങ്കിലും ഇപ്പോൾ ഒരു പേരാണെങ്കിൽ JCB തന്നെ കൂട്ടിക്കോ. JCB എന്ന് പറയുമ്പോൾ അതെന്താണ്? JCB.com. അത് വളരെ ചെറുതായതുകൊണ്ട് ഡൊമൈൻ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. ആ സമയത്ത് അതിന് പകരം അത് വളരെ വലിയ ഫുൾ ഫോം ആണെങ്കിലോ ഒരിക്കലും അത് ക്യാച്ച് ചെയ്യില്ല. അതാണ് ഡൊമൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഷോർട്ടായിരിക്കണം, റെലവൻ്റ് ആയിരിക്കണം. അതുമാത്രമല്ല അത് ജനങ്ങൾക്ക്, അതായത് കസ്റ്റമേഴ്സിന് അത് റീകോൾ ചെയ്യാൻ എളുപ്പമായിരിക്കണം ആ ഡൊമൈൻ.
അത് അപ്പോൾ ചെറിയ നെയിമാണെങ്കിലേ ജനങ്ങൾക്ക് റീകോൾ ചെയ്യാൻ പറ്റുള്ളൂ, കസ്റ്റമേഴ്സിന് റീകോൾ ചെയ്യാൻ പറ്റുന്നുള്ള കാരണം എന്താ, ചെറിയ നെയിം ആയതുകൊണ്ടാണ് റീകോൾ ചെയ്യുന്നത്. അത് വളരെ വലുതാണെങ്കിൽ റീകോൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ റീകോൾ ചെയ്യണമെങ്കിൽ അതിന് ഒരുപാട് മാർക്കറ്റിങ്ങും അത് അത്രയും എന്താ പറയുക വൈറലായിട്ടുള്ള രീതിയിലേക്കൊക്കെ മാറിയാലാണ് റീകോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ലൂയി ഫിലിപ്പ് അതൊക്കെ എന്ന് വെച്ചാൽ അത് ഒരുപാട് വലിപ്പമൊന്നുമല്ലല്ലോ, ഇപ്പോൾ എന്താ ചെറുതാണ്, അത് ബ്രാൻഡായി. അതേപോലെ തന്നെ എപ്പോഴും ചെറിയ നെയിമായിരിക്കണം നമ്മൾ വെക്കേണ്ടത്. അപ്പോൾ ഡൊമൈൻ ആണെങ്കിൽ എല്ലാത്തിനും അത് ഉപകാരമാണ്. കേക്ക് വാലയാണെങ്കിൽ ഉദാഹരണമൊക്കെ ഒരേപോലെ തന്നെ ആയിരിക്കും. കേക്ക് വാല, apple.com, apple.com, കപ്പ് കേക്ക് വാല, ആ സംഭവമൊക്കെ ഒരേപോലെ തന്നെയല്ലേ. അപ്പോൾ ലെങ്ത്ത് പറഞ്ഞു. ലെങ്ത്ത് വലിയ ലെങ്ത്ത്, അതായത് URLൻ്റെ വലിപ്പം കൂടുന്തോറും ഗൂഗിളിന് ആ വെബ്സൈറ്റിനോടുള്ള താല്പര്യം കുറയും. കാരണം വലിയ URL ഗൂഗിളിന് ഇഷ്ടമേ അല്ല. അപ്പോൾ ചെറിയ URL ആയിരിക്കണം. അപ്പോൾ നിങ്ങളൊരു ഡൊമൈൻ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസം കിട്ടിയെന്ന് വരാം, ചിലപ്പോൾ ഒരാഴ്ച പിടിക്കാം, ചിലപ്പോൾ ഒരു മാസം പിടിക്കാം നല്ലൊരു ഡൊമൈൻ കിട്ടാൻ. പക്ഷേ ആ ഒരു ടൈം നിങ്ങൾ എടുക്കുന്നത് വെർത്താണ്, ഒരിക്കലും അത് കൂടുതലല്ല. 6 മാസം വരെ ഒരു കമ്പനിയുടെ പേര് തിരഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. കാരണം അതൊരു ഇമോഷണൽ ഡിസിഷനും കൂടിയാണ് കമ്പനിയുടെ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇനി അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് എന്താണ്, ലെങ്ത്ത് കഴിഞ്ഞു. ഇനി അടുത്തത് ലോങ് ടേം ആയിട്ട് നമ്മൾ ചിന്തിക്കണം. ഒരു വെബ്സൈറ്റ് എടുക്കുമ്പോൾ ലോങ് ടേം ആയിട്ട് ചിന്തിക്കണം. എന്തുകൊണ്ടാണ് ലോങ് ടൈം ആയിട്ട് ചിന്തിക്കണം പറയുന്നത്? ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ കമ്പനി ഇപ്പോൾ 1, 2 ഇപ്പോൾ ഫ്രീലാൻസിങ് തുടങ്ങി, അതിനുശേഷം ഇപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്പിന് വേണ്ടിയിട്ട്, കാരണം അത്രയും ക്ലയൻസൊക്കെ വരാൻ തുടങ്ങി, നല്ല ബിസിനസ്സായി, 2 പേര് വെച്ചു, 3 പേര് വെച്ചു, 4, 5, 6 അങ്ങനെ 10, 20, 30, 100 ആയി ചിന്തിക്കുന്നത്. കുഴപ്പമൊന്നുമില്ലല്ലോ, കിടക്കട്ടെ 100. അപ്പം 100 കഴിഞ്ഞാൽ നമുക്കത് കമ്പനിയൊക്കെ ആയി ഒന്ന് എക്സ്പാൻഡ് ചെയ്യണം, നമുക്ക് UAEക്കൊക്കെ ഒന്ന് എത്തിക്കണം നമ്മൾ ചിന്തിക്കുകയാണ്. ഇപ്പോൾ UAEക്ക് നമുക്ക് കൊണ്ടുപോകാം. UAEക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ കിടക്കണം എന്താണ്, cupcake.com എന്നാണ് വേണ്ടത്. ആ സമയത്ത് നിങ്ങൾ ഇട്ട ഡൊമൈനുമാണ് cupcakedelhi.com. അപ്പോൾ നോക്കുമ്പോൾ UAEക്ക് പോയപ്പോൾ ഇതെന്താ, അത് cupcakedelhi.com, അത് ഇവിടെ ഉള്ളതല്ല, അത് ഡൽഹിക്ക് മാത്രം ഉള്ളതാണ്. കാരണം നമ്മുടെ അടുത്ത് സംസാരിക്കാൻ പോലും ഒരു വരില്ല. അവരുടെ മനസ്സിൽ വിചാരിച്ചിട്ട് അവർ വേറെ ക്ലയൻറ്റിക്ക് പോയാൽ നമുക്കൊരു ബിസിനസ് പോയി, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എടുക്കുന്ന ഡൊമൈൻ അത് എക്സ്പാൻഷനും വിധേയമായിട്ടുള്ളൊരു ഡൊമൈനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ ഈ ഡൊമൈൻ വെച്ചിട്ട് നിങ്ങൾ അടുത്തൊരു കമ്പനി ഒന്നും വലുതാക്കാൻ പോയി നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവരുത്. സുഖമായിട്ട് അത് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡൊമൈൻ ആയിരിക്കണം. കാരണം എത്രത്തോളം പഴയ ഡൊമൈനാണോ അത്രത്തോളം അതോറിറ്റി കൂടും. ഇപ്പോൾ ഗൂഗിൾ റാങ്ക് ചെയ്യുന്ന എല്ലാ വെബ്സൈറ്റും ഇന്ന് വാങ്ങിയ വെബ്സൈറ്റ് അല്ല അത്, അല്ലെങ്കിൽ 1-2 മാസം മുമ്പേ വാങ്ങിയ വെബ്സൈറ്റ് അല്ല റാങ്കിൽ കയറി വരുന്നത്. അത് വർഷങ്ങൾ പഴക്കമുള്ളതാണ്. അപ്പോൾ എത്രത്തോളം പഴകിയ വെബ്സൈറ്റ് ആണോ അതിന് ഡൊമൈൻ അതോറിറ്റി കൂടും. സംഭവം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ അതൊരു സൊസൈറ്റിയിൽ തന്നെ കൂട്ടിക്കുക. സൊസൈറ്റിയിൽ പെട്ടെന്ന് കയറി വരുന്നവരിന് വലിയ വിലയൊന്നും ഉണ്ടായില്ല, പക്ഷെ അവൻ കാലങ്ങളായിട്ട് അവിടെ ഉണ്ട്, അവനറിയാം. അപ്പോൾ അവന് ആ സൊസൈറ്റിൻ്റെ ഒരു നിലയും ഒരു എന്താ പറയുക ഒരു റെസ്പെക്റ്റ് കൊടുക്കും. കാരണം അവന് ഇവിടെ ഉള്ളതാണ്, ഇന്നലെ കയറി വന്നതല്ല എന്നൊക്കെ പറയുന്ന വർത്താനമൊക്കെ കേട്ടിട്ടില്ലേ? അതേപോലെ തന്നെയാണ് ഒരു പുതിയ ഡൊമൈൻ വാങ്ങിയാൽ ഇൻ്റർനെറ്റിൻ്റെ SEOയിൽ ഇവന് വലിയ വില കൊടുക്കില്ല. കാരണം അവൻ്റെ റെപ്യൂട്ടേഷൻ ബിൽഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡെയിലി ബ്ലോഗ് അപ്ലോഡ് ചെയ്യും, കൂടുതലായിട്ട് കാര്യങ്ങളായാലും ആക്ടിവിറ്റി ആഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്. അപ്പോൾ ഗൂഗിൾ നോക്കുമ്പോൾ ഇവൻ ഇന്നലെ കയറി വന്നാണെങ്കിലും ഇവൻ നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട്, ഇവൻ്റെ ഡൊമൈനിലൊക്കെ എന്താ പറയുക, ഇവൻ്റെ വെബ്സൈറ്റിലൊക്കെ ഒരുപാട് ബ്ലോഗും ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, നല്ല ആക്ടിവിറ്റി ഒക്കെ ഉണ്ട്, അപ്പോൾ ഇവരൊന്ന് പുഷ് ചെയ്തേക്കാം. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ പുഷ് ചെയ്യണമെങ്കിൽ ഡൊമൈൻ ചെറുതായിരിക്കണം. ചെറുതാകുമ്പോൾ ഡൊമൈൻ ചെറുതാണെങ്കിൽ URLും നമുക്ക് ചെറുതാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഘടകം. ഇനി അടുത്തത് ബ്രാൻഡ് ഓർ ജനറിക്. ഇത് ഇപ്പം എന്താ പറയുക, നമ്മുടെ ബ്രാൻഡ് എന്തോ ആയിക്കോട്ടെ. ഉദാഹരണത്തിന് ഗോഡാഡി എന്താ പേരെന്താ, എന്താ ഗോഡാഡിയുടെ സർവീസ് എന്താ പറയുക, വെബ്സൈറ്റും അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ വെബ്സൈറ്റിലൊക്കെ ഹോസ്റ്റിംഗ് സർവീസ് ഡൊമൈൻ, അതൊക്കെയാണ് ഗോഡാഡി അവരുടെ സർവീസ്. പക്ഷേ പേരും സർവീസായിട്ട് വല്ല ബന്ധമുണ്ടോ? ഒരു ബന്ധമില്ല. ആപ്പിളാണെങ്കിലോ, ആപ്പിൾ വെച്ചാലാണോ അവർക്ക് പരിപാടി? അല്ല, അവർ ഫോണ് ലാപ്ടോപ്പൊക്കെ അല്ലേ. പക്ഷേ നമുക്കത് മനസ്സിലായി, അതാണ് ബ്രാൻഡിങ്. ഒരു ജനറിക് ടേം ആണെങ്കിലും ബ്രാൻഡിങ് പക്കയായ ഒരു വിഷയവും ഇല്ല.
അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു വെബ്സൈറ്റ് തുടങ്ങണം, എനിക്ക് എന്താ പറയുക എൻ്റെ പേരിടാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ എനിക്ക് വളരെ സിമ്പിളായിട്ടുള്ള വേണ്ട, വേറെ ഇപ്പോൾ ഉദാഹരണമാണെങ്കിൽ മങ്കിപ്പെൻ കിടക്കട്ടെ, മങ്കിപ്പെൻ.com, മങ്കിപ്പെൻ എന്നുള്ള സംഭവം നിങ്ങളിപ്പോൾ ഇടുകയാണെങ്കിൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. മങ്കിപ്പെൻ നിങ്ങൾ വേണമെങ്കിൽ ഒരു ഡിസൈൻ, ഞാനിവിടെ ചെയ്യുന്നത് എന്താ പറയുക, വെബ്സൈറ്റ് ഡിസൈനിങ് ആണ്, മങ്കിപ്പെൻ എന്നുള്ള രീതിയിൽ കൊണ്ടുപോകാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ അല്ലെങ്കിൽ വേറെ ഇപ്പോൾ ഏതാ പറയുക, വേറെ penguin.com, പെൻഗ്വിൻ നിങ്ങൾ ചെയ്യുന്ന വെബ്സൈറ്റ് ഡിസൈൻ ചെയ്തോ. അപ്പോൾ പെൻഗ്വിൻ വെബ്സൈറ്റ് ഡിസൈൻ. അപ്പോൾ എങ്ങനെയാണ് അത് കണക്ട് ചെയ്യുക? എങ്ങനെയാണ് ലോഗോയിൽ വെബ്സൈറ്റ് ഡിസൈനിങ്ങിൻ്റെ ചെറിയൊരു കണക്ഷൻ കൊടുക്കണം, എന്തെങ്കിലും അത് ക്രിയേറ്റീവ് ആയിട്ടുള്ളതായിരിക്കണം. പിന്നെ അതേപോലത്തെ ഒരു വട്ടം ക്ലയൻറ്റ് കയറി കഴിഞ്ഞാൽ, ഒരു കസ്റ്റമേഴ്സ് നിങ്ങളുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവണം ഇത് വെബ്സൈറ്റ് ഡിസൈനിങ് ആണ്. അപ്പോൾ പിന്നെ പേരും മറന്നു പോവില്ല, പെൻഗ്വിനാണ്. അതേപോലെ നിങ്ങളുടെ സർവീസും പെട്ടെന്ന് എന്താ പറയുക, അവർ മറക്കരുത്. കാരണം നിങ്ങൾ ആ കസ്റ്റമറായിട്ട് 1-2 തവണ സംസാരിച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ തിരിച്ചിങ്ങോട്ട് ചോദിക്കരുത് നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ പേരെന്താ, നിങ്ങളുടെ കമ്പനിയുടെ പേരെന്താണ്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവരുടെ മനസ്സിൽ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ നമ്മുടെ പേര്, കമ്പനിയുടെ പേരാണെങ്കിൽ നമ്മുടെ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ അവർ ഇൻഡയറക്റ്റ്ലി അവരിലേക്ക് കയറും. അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ചെറിയ പേരാണെങ്കിൽ മാത്രമേ അവരുടെ മനസ്സിൽ നിൽക്കുള്ളൂ. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു ടോപ്പ് പോയിൻറ്റ്. ഇനി അടുത്ത് മെയിനായിട്ടുള്ള സംഭവം, ഒരു ഡൊമൈൻ പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പേ നോക്കുന്നത്. അപ്പോൾ അതിനെ TLDS എന്ന് പറയും, എന്ന് വെച്ചാൽ ടോപ്പ് ലെവൽ ഡൊമൈൻ. അപ്പോൾ ഡൊമൈൻ അതോറിറ്റി, ടോപ്പ് ലെവൽ ഡൊമൈൻ എന്ന് പറയണത് ഒരുപാടുണ്ട്. കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് .com, .net, .org, .edu, .in, .gov, ഇതൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇതൊക്കെയാണ് ടോപ്പ് ലെവൽ ഡൊമൈൻ എന്ന് പറയുക. അപ്പോൾ ORG, EDU, അതേപോലെ തന്നെ GOV ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. ORG എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ, EDU എന്ന് പറഞ്ഞ എഡ്യൂക്കേഷൻ ആയിരിക്കണം, GOV ഗവൺമെൻറ്. ഓക്കെ, ഈ 3 എണ്ണവും അതിൻ്റേതായ എന്താ പറയുക റിപ്പോർട്ട്സ് ഇല്ലാതെ നമുക്ക് എടുക്കാൻ പറ്റില്ല. അതാണ് സംഭവം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എന്താ പറയുക, ഈ .com ആണ് അതിൽ സാധനം, വേരിയൻറ്റ് പറയുന്നത് .com ആണ്. കാരണം എൻ്റെ ഗൂഗിൾ പറയണത് എനിക്ക് എല്ലാ ഡൊമൈനും, അതായത് എല്ലാ ഡൊമൈനും എനിക്ക് ഒരേപോലെയാണ് സഫിക്സ്. അതായത് .com എന്ന് പറയുന്നത് .com എന്ന് പറയുന്ന സഫിക്സ് എന്നാണ്. അപ്പോൾ എല്ലാ സഫിക്സും എനിക്ക് ഒരേപോലെയാണ്, ഞാൻ എല്ലാത്തിനും ഒരേ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞാലും ചെറിയൊരിഷ്ടം .comനോട് കൂടുതലാണ്. എന്താ ചെയ്യുക, അതങ്ങനെ ആയിപ്പോയി. അപ്പോൾ നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ .com തന്നെ എടുക്കുക. ഇനിയിപ്പോൾ .com മാത്രമാണ്, അപ്പോൾ വേറെ കുറേ കമ്പനികൾ ഞാൻ റാങ്കിങ് ചെയ്യണം കണ്ടിട്ടുണ്ടല്ലോ, അതെന്താ റാങ്കിങ് ചെയ്യും? ഞാൻ കുറച്ച് കൂടുതൽ എന്നേ പറഞ്ഞിട്ടുള്ളൂ. ആ കുറച്ച് കൂടുതൽ നമുക്ക് SEOയിൽ വളരെ നല്ലൊരു എഡ്ജ് തരും. ഓക്കെ, നമുക്ക് 1% പോലും നമുക്ക് വിട്ട് കളയാൻ പറ്റില്ല പോസിബിലിറ്റീസ്. അപ്പോൾ .com എന്നുള്ളത് അങ്ങനെയാണ്. .com ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ .com കിട്ടിയില്ല എന്ന് നോക്കി, .com കിട്ടിയില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് .net എടുക്കാം, അല്ലെങ്കിൽ .co എടുക്കാം. അപ്പോൾ ഫസ്റ്റ് .com, സെക്കൻഡ് .net, തേർഡ് .co. ഇനി ഈ 3 കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ പേര് മാറ്റിയിരിക്കും നല്ലത്. കാരണം അത് റാങ്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ വർഷങ്ങളൊക്കെ എടുക്കും. കാരണം ഇയേഴ്സ് കൂടുമ്പോൾ അതോറിറ്റി കൂടും, അതാണ് അതിലൊരു സംഭവം. അപ്പോൾ ഒരുപാട് ടൈം കഴിയുമ്പോൾ അതിൻ്റെ അതോറിറ്റി ഇങ്ങനെ കൂടി വരും. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. കാരണം ഇപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഇതുവരെ കണ്ടവർക്ക് എല്ലാവർക്കും ഒരു കൺഗ്രാജുലേഷൻ എന്ന് തന്നെ പറയാം. കാരണം നിങ്ങൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട്, അതായത് ഫസ്റ്റ് ചാപ്റ്റർ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഡൊമൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഹോസ്റ്റിംഗ് ആണ്. നല്ലൊരു ഹോസ്റ്റിംഗ് സ്ഥലം, ഒരു വെബ് സ്പേസ് എങ്ങനെ എടുക്കാം എൻ്റെ വെബ്സൈറ്റിന് വേണ്ടിയിട്ട്, അത് തിരഞ്ഞെടുക്കുമ്പോൾ ഒരുപാട് കാര്യം ശ്രദ്ധിക്കേണ്ട. അതാണ് അടുത്ത ക്ലാസ്സിൽ. അപ്പോൾ ഇന്നത്തെ ഈ ഡൊമൈൻ എടുത്ത ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്താൽ ഞാനത് റിപ്ലൈ തരാൻ മാക്സിമം ശ്രമിക്കാം. അപ്പോൾ അതൊക്കെയാണ് ഈ ഡൊമൈൻ എടുക്കുമ്പോഴുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഡൊമൈൻ എടുത്തു കഴിയുമ്പോൾ 1 വർഷം എടുത്തു, 1 വർഷം 2 കൊല്ലം, 3 കൊല്ലം, 4 കൊല്ലം ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ആ ഡൊമൈനൊക്കെ നല്ല അതോറിറ്റി, ഗംഭീര അതോറിറ്റി ആയിരിക്കും. അത് പെട്ടെന്ന് റാങ്ക് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഡൊമൈൻ പുതിയതാണെങ്കിലും അതൊരു ഇഷ്യൂ ഒന്നുമില്ല. നമുക്കത് എന്താ പറയുക, നമ്മളത് ഉപയോഗിച്ച് ഒരു 6 മാസം കഴിയുമ്പോൾ അത് അത്യാവശ്യം നന്നായിട്ട് റാങ്കിങ് തുടങ്ങും. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ടോപ്പിക്ക്. പുതിയൊരു ടോപ്പിക്കായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.